ഈശോയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഓഗസ്റ്റ് മാസം പള്ളിപ്പുറം നിവാസികൾക്ക് ഉത്സവത്തിൻ്റെ കാലഘട്ടമാണ്. പള്ളിപ്പുറത്തമ്മയെ സ്വർഗാരോപിത മാതാവ് എന്നതിനേക്കാളേറെ നമുക്ക് വിളിക്കാൻ ഇഷ്ടം പള്ളിപ്പുറത്തമ്മയെന്ന്. പള്ളിപ്പുറത്തമ്മയെ ഓർക്കുവാനും അമ്മയുടെ സവിതേ വന്ന് അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാനുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയമാണ്. വിദേശങ്ങളിലും സ്വദേശങ്ങളിലുമൊക്കെ കുടുംബങ്ങളിൽ നിന്ന് അകലെയായിരിക്കുന്നവരൊക്കെ ഓടിയെത്തുന്ന വലിയ സമയം. തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും ഒക്കെ മാസമാണ്. നമുക്ക് ഈ മാസത്തില് അതിന്റെ മധ്യ ദിവസം 15-ാം തീയതിയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാള് നമ്മൾ കൊണ്ടാടുക. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപിത തിരുനാള്, ദ അസംഷൻ ഓഫ് ദ മേരി. ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വലിയ വിശ്വാസ സത്യമാണ്. പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള 4 വിശ്വാസ സത്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ് മറിയം സ്വർഗാരോപിതയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് കയറി. ആത്മാവോടുകൂടി മാത്രമല്ല, ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് അവൾ കയറി. അതാണ് സ്വർഗാരോപണ തിരുനാളെന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ വിശ്വാസം രൂഢമൂലമായി നമ്മുടെ വിശ്വാസികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് സുവിശേഷത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. സഭയുടെ 2 പില്ലേഴ്സ്, 2 നെടുംതൂണുകള്, ഒന്ന് സുവിശേഷമാണെങ്കിൽ അപ്പുറത്തു നിൽക്കുന്നത് ട്രഡീഷൻസ് ആണ്, പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ സത്യമാണ്. സുവിശേഷത്തിൽ ഉണ്ട് എന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഊടുവഴികളിലൂടെ പോയാൽ അതിന്റെ സാരാംശങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ അതിന്റെ കാതൽ നമ്മൾ കണ്ടെത്തുന്നത്, ഈ സ്വർഗാരോപണത്തിന്റെ കാതൽ നമ്മൾ കണ്ടെത്തുന്നത് പാരമ്പര്യങ്ങളിലാണ്. ഈ പാരമ്പര്യത്തിൽ നിന്ന് വേണം മറിയം മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതാണ് നമ്മൾ ജപമാലയുടെ 4 രഹസ്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ 4 രഹസ്യങ്ങളിലൂടെ 20 രഹസ്യങ്ങൾ, ആ 20 രഹസ്യങ്ങൾ 18 രഹസ്യങ്ങളും സുവിശേഷത്തിന്റെ താളുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ മഹത്വത്തിന്റെ രഹസ്യത്തിന്റെ 4-5 രഹസ്യങ്ങൾ സുവിശേഷത്തിന്റെ താളുകളിൽ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. അത് സഭ കൂട്ടിച്ചേർത്തതാണ്. മറിയം സ്വർഗാരോപിതയായി എന്നുള്ളതും മറിയത്തെ സ്വർഗരാജ്ഞിയായി ലോകരാജ്ഞിയായി വാഴ്ത്തി എന്നുള്ളതും സഭയുടെ അഡീഷനാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ നമ്മൾ പര്യാവർത്തനം ചെയ്യുമ്പോൾ പരിശുദ്ധ ജപമാലയിലെ 18 രഹസ്യങ്ങളിലും ആ രക്ഷാകര രഹസ്യങ്ങൾ നമ്മൾ പര്യാവർത്തനം ചെയ്യുകയാണ്. ആയതിനാൽ തന്നെ ഈ സ്വർഗാരോപണം എന്നുള്ള ഈ വിശ്വാസ സത്യം, അതിനെതിരെ ശീഷ്മകളൊക്കെ പുറപ്പെട്ടപ്പോൾ മാർപ്പാപ്പ 12 പീസ് മാർപ്പാപ്പ നമുക്ക് വളരെ ആണെന്ന് എനിക്ക് തോന്നുന്നു, ശരിയാ, മനോഹരമായിട്ട് ഇത് ദൈവിക സത്യമായിട്ട്, വിശ്വാസ സത്യമായിട്ട് നമുക്ക് നൽകുകയാണ്. ആദ്യം മറിയത്തെക്കുറിച്ച് സന്നിധാവസ്ഥയിൽ മനുഷ്യരെത്തിയത് മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കാൻ. അതിനെതിരെ ശീഷ്മകൾ പുറപ്പെട്ടപ്പോൾ ആദ്യ നാളിലെ സുനദോസുകളിൽ 3-4 നൂറ്റാണ്ടുകളിലെ സുനദോസുകളിലാണ് സഭ ഒരുമിച്ച് കൂടി സുനദോസ് പറഞ്ഞു മറിയം ദൈവമാതാവാണ്, തെയോത്തോക്കോസ. അത് മനുഷ്യൻ വിശ്വസിക്കാൻ, വിശ്വാസികളായിട്ടുള്ളവർ വിശ്വസിക്കണം. സഭ തന്ന ഒരു വിശ്വാസ സത്യമാണത്. അതുപോലെ തന്നെ നമുക്ക് സഭ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് മറിയം സ്വർഗാരോപിതയാണ്, നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കാൻ നമ്മൾ എല്ലാവരും കടപ്പെട്ടവരാണ്. അതാണ് ഈ തിരുനാളിന്റെ ഒരു അന്തസ്സത്തെ എന്ന് പറയുന്നത്. ഇനി തിരുനാള് എന്ന് എങ്ങനെയെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ വിശ്വാസ പ്രഖ്യാപനം എന്നതാണ്. നൂറ്റാണ്ടുകളായി ക്രൈസ്തവര് ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്.
നൂറ്റാണ്ടുകളായിട്ട് ക്രൈസ്തവർ കാത്തു സൂക്ഷിച്ച വിശ്വാസത്തിനെ 1950 നവംബറിലാണ് 12-ാം പീയൂസ് മാർപ്പാപ്പ അരക്കിട്ടുറപ്പിച്ചത്. 1950 ഏതാണ്ട് 75 വർഷങ്ങള് അല്ലെ, അത്രയായിട്ടുണ്ട്. അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ വിശ്വാസ സത്യം മനുഷ്യൻ അംഗീകരിക്കണം, ഏറ്റുപറയണമെന്ന്. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ലോകത്ത് 900 കോടി മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത്, ലോകം മുഴുവനും കൂടി. ഈ 900 കോടി മനുഷ്യരില് വെറും 30% മനുഷ്യർ മാത്രമാണ് മറിയത്തെ ദൈവമാതാവായിട്ട്, ലോകത്തിന്റെ അമ്മയായിട്ട്, സഭയുടെ അമ്മയായിട്ട് ഏറ്റുപറയുന്നത്. 200 കോടി ചിലവാനം മനുഷ്യരാണ് കത്തോലിക്കാ സഭയിലുള്ളത്. ഇതിന്റെ ഇരട്ടി കത്തോലിക്കാ സഭയിലുണ്ട്. ഏതാണ്ട് 2242ഓളം നോൺ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് ചുറ്റും കൂടിയുണ്ട്. 22 വ്യക്തിഗത സഭകൾ ഒന്നിച്ചു ചേർന്നാൽ കൂടി 200 കോടി ചിലവാനം മനുഷ്യരേ ഉള്ളൂ. അതിന്റെ ഇരട്ടിയുണ്ട് നോൺ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ്. ഈ നോൺ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഒക്കെ ഓരോ വ്യക്തിയിൽ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇപ്പൊ സാൽവേഷൻ ആർമി, അസംബ്ലീസ് ഓഫ് ഗോഡ്, ബ്രദറൻ അസംബ്ലി, ഇതൊക്കെ ഓരോ നോമിനൽ പേരുകളാണ്. ഇതുപോലെ കേരളത്തിൽ മാത്രം 232 സഭകളുണ്ട്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് ചുറ്റും കൂടി 2242 നോൺ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യാം. നിങ്ങൾ കാലാകാലങ്ങളിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പല കാര്യങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് അധികാര കസേരയ്ക്കുള്ള പിടിമ്പലികളുണ്ട്, കലാകാലങ്ങളിൽ വിട്ടുപോയവരാണ് പിന്നീട് ഈ നോൺ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ആയിട്ട് നിലനിൽക്കുക. എല്ലായിടത്തും കസേരയാണല്ലോ പ്രശ്നം. അത് സഭയിലായാലും, രാഷ്ട്രീയത്തിലായാലും, വീട്ടിലായാലും, ഇടവകയിലായാലും കസേരയാണ് പ്രശ്നം. കസേര കിട്ടുക. ഈ കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയില് മാറിപ്പോയവരാണ് ഒരു മുഴുവനും. നമ്മള് വർഷത്തിൽ ഒരിക്കല് സഭയ്ക്ക് വാരമൊക്കെ കൊണ്ടാടുന്നുണ്ട്. സഭയ്ക്ക് വാരം കൊണ്ടാടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സഭ, മംഗലപ്പുഴ സെമിനാരിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓർക്കുന്നുണ്ട്, സെമിനാരി മുൻകൈ എടുത്ത് ചുറ്റുവട്ടമുള്ള എല്ലാ സഭകളെയും വിളിക്കും. കത്തോലിക്കാ സഭയുടെ ഒരു പ്രാർത്ഥനയും പാട്ടും, മലങ്കര സഭയുടെ ഒരു പ്രാർത്ഥനയും പാട്ടും, ലത്തീൻ സഭയുടെ ഒരു പ്രാർത്ഥനയും പാട്ടും, യാക്കോബായ ഓർത്തഡോക്സ് ബാബ കക്ഷിയുടേത്, സാൽവേഷൻ ആർമിയുടേത്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെത് ഒരു പ്രാർത്ഥനയും പാട്ടൊക്കെ അവരൊക്കെ വന്ന് നടത്തും. ഇത് കഴിയുമ്പോ എല്ലാരും കൂടി ഒരു ചായയും കുടിച്ച് പോകും. ഇതാണ് പുനരൈക്യം. ഒരു പുനരൈക്യവും സംഭവിക്കുന്നില്ല. എല്ലാവരും വിളിച്ച് പ്രഖ്യാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രഘോഷിക്കുമ്പോ പോലും നമ്മള് ഞാനാണ് ശരി, അപരൻ തെറ്റാണെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അവിടെ നടത്തുന്നത്. മറിച്ച് എന്നിലും കുറെ ശരിയുണ്ട്, എന്നിലും കുറെ തെറ്റുണ്ട്. എന്നിൽ നിന്ന് പിരിഞ്ഞു പോയ അവനിലും കുറെ ശരിയുണ്ട്, അവനിലും കുറെ തെറ്റുണ്ട്. ഈ രണ്ട് ഭാഗത്തെയും തെറ്റുകളെ അങ്ങ് മാറ്റിയിട്ട് രണ്ട് ഭാഗത്തെയും ശരികളെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാമെന്ന് ചിന്തിക്കാൻ ആർക്കും തയ്യാറില്ല. ഈ ഒരു ഡ്രാമയെ നമ്മൾ പുനരൈക്യം അല്ലെങ്കിൽ പുനരൈക്യ വാരം അല്ലെങ്കിൽ പുനരൈക്യ പ്രാർത്ഥനകൾ എന്ന് വിളിക്കുകയാണ്. ഓരോരുത്തരും വന്ന് അവരവരുടേതായ ചില പ്രാർത്ഥനകൾ നടന്നു പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ ഈ 16-ാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടങ്ങളിലോട് മധ്യശതകം കഴിഞ്ഞു വരുമ്പോഴാണ് ഫാദർ മാർട്ടിൻ ലൂതർ, ഫാദർ ഉൾറിച്ച് സ്വിംഗ്ലി ആൻഡ് ജോൺ കാൽവിൻ രണ്ടുപേരും, ആദ്യത്തെ രണ്ടുപേരും വൈദികരാണ്, മൂന്നാമൻ തീവ്രവാദിയായ അൽമായനാണ് ജോൺ കാൽവിൻ. ഇവർ മൂന്നുപേരും കൂടി ക്രൈസ്തവ സഭയാകുന്ന പളുങ്കുപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി തട്ടിക്കളയുവാനായിട്ടൊരു ശ്രമം നടത്തി. ദ ഡാർക്ക് ഏജ് ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന ആ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ആരംഭിച്ചത് ഇവർ മൂന്നുപേരിലൂടെയാണ്. ഇവരാഗ്രഹിച്ചത് കത്തോലിക്ക സഭ, ഇവർ മൂന്നുപേരും കത്തോലിക്കരായിരുന്നു. രണ്ടുപേര് കത്തോലിക്ക വൈദികരായിരുന്നു, ഒരാൾ നല്ല കത്തോലിക്കനായ തീവ്രവാദിയായ അൽമായനായിരുന്നു. ഇവർ മൂന്നുപേരും ആഗ്രഹിച്ചത്, ഇവരുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നിരുന്ന പിണിയാളികൾ ആഗ്രഹിച്ചത്, അല്ല പിന്നണിയിൽ നിന്നിരുന്നവർ ആഗ്രഹിച്ചത് കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ജീർണതകളെ എടുത്തു കളയുക.
ജീർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് കാശാക്കുന്ന ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ആദിമസഭയില്. മാർപ്പാപ്പമാര് തന്നെ അതിന് കാരണക്കാരായിട്ട് മാറി. ഒരു വേള റോം മാർപ്പാപ്പയുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറി കോൺസ്റ്റാന്റിനോപ്പിൾ മറ്റൊരു അധികാര കേന്ദ്രമായിട്ട് മാറുകയാണ്. നമ്മുടെ മാർപ്പാപ്പമാരുടെ ലിസ്റ്റിൽ ഇല്ലാത്ത 5 മാർപ്പാപ്പമാര് വേറെയുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന 5 മാർപ്പാപ്പമാര് വേറെയുണ്ട്. അതിൽ ഒരാൾക്ക് ജാരസന്തതി വരെയുണ്ട്. അവരെ നമ്മൾ മാർപ്പാപ്പമാരുടെ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും കത്തോലിക്ക സഭ ഇന്നത്തെക്കാൾ പുഴുക്കുത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതിനെല്ലാം അതിജീവിച്ച്, കാരണം പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്, മാർപ്പാപ്പയോ മനുഷ്യരോ വ്യക്തിയോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവാണ് കത്തോലിക്ക സഭയെ നയിക്കുന്നത്. ഇതൊരു വ്യക്തിയല്ല നയിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ്. ആയതിനാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് കാലാകാലങ്ങളിൽ സഭ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളില് കത്തോലിക്ക സഭയിലേക്ക് കൂടുതൽ ആളുകൾ അടുത്തോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനും കൂടി ഇന്ന് നമ്മുടെ ഈ നാടുകളിൽ നിന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് ആളുകൾ വിട്ടുപോയി തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണം വേണമെങ്കിൽ എൻ്റെ വലിയ പിഴ നെഞ്ചത്തടിക്കേണ്ടി വരും. ഒരു പരിധിവരെ അതിന് കാരണക്കാരും മെത്രാന്മാരും അച്ഛന്മാരും കന്യാസ്ത്രീമാരുമാണ്. ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല, ആ വാക്ക് പിൻവലിക്കുന്നുമില്ല. പാശ്ചാത്യ നാടുകളില് മനുഷ്യര് സഭയിലേക്ക് അടുത്തു വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഈ സ്വന്തം നാട്ടില് ഈശോയെ അറിഞ്ഞ് അനുഭവിച്ചവര് ഈശോയെ വേണ്ട എന്ന് പറഞ്ഞ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധിവരെയും കാരണം ഈ 5 മുഴം കുപ്പായത്തിൽ കയറി നിൽക്കുന്ന ഞങ്ങളൊക്കെ തന്നെയാണെന്ന് പറയാൻ ഒരു മടിയുമില്ല. ആത്മപരിശോധനയിലേക്ക് നമ്മൾ കടക്കേണ്ടതാണ്. പക്ഷേ ആത്മപരിശോധനയൊക്കെ നടത്തുന്നുണ്ട്, ഡിസിഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, തീരുമാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആ തീരുമാനങ്ങൾ പ്രാവർത്തിക പദത്തിലേക്ക് വരുത്താൻ ആർക്കും തയ്യാറില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതാ പ്രശ്നം. എല്ലാവർക്കും ആഗ്രഹം കസ്വേരയാണ്. ഒരു കോൺഗ്രിഗേഷന്റെ ജനറാളിന് അല്ലെങ്കിൽ പ്രൊവിൻഷ്യലിന് അടുത്ത വർഷം ടൈമും കൂടി എങ്ങനെ എനിക്ക് ആ ജനറൽഷിപ്പ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽഷിപ്പ് കിട്ടും, അതിനുവേണ്ടി ഞാൻ എന്തെല്ലാമൊക്കെ അയഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അത് അയഞ്ഞു കൊടുക്കേണ്ട, എനിക്ക് അടുത്ത പ്രാവശ്യം കസേര വേണ്ട, എനിക്ക് ഈ സ്ഥാനം കിട്ടണ്ട, പക്ഷെ ഞാൻ ആ പോളിസിയിൽ ഉറച്ചു നിൽക്കും, ഈശോയ്ക്ക് സഭയ്ക്ക് കേടുവരുന്ന ഒന്നിന് ഞാൻ നിൽക്കില്ല എന്നൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത കത്തോലിക്ക സഭയുടെ തകർച്ചകള് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥയാണ് 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. ഈ അവസ്ഥക്കെതിരെയാണ് ഈ 2 കത്തോലിക്ക പുരോഹിതരും ഒരു അൽമായനും കൂടി പ്രവർത്തിച്ചത്. പക്ഷെ അവർ ഈ കത്തോലിക്ക സഭയാകുന്ന പളുങ്ക് പാത്രത്തെ കയ്യിലെടുത്ത് ആ പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളയാൻ, അഴുക്കെല്ലാം ഒന്ന് തൊട്ടുകളയാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ പളുങ്ക് പാത്രം താഴെ വീണ് പൊട്ടിപ്പോയി. ഫാദർ മാർട്ടിൻ ലൂതറിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കത്തോലിക്ക സഭയാകുന്ന പളുങ്ക് പാത്രത്തെ വൃത്തിയാക്കാൻ നോക്കി, പക്ഷെ ആ പളുങ്ക് പാത്രം എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി എന്ന്. ഈ പ്രൊട്ടസ്റ്റന്റ് സ്ഥാപകരായ ഇവരൊരിക്കലും, പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ ഉപജ്ഞാതാക്കളായ ഇവരൊരിക്കലും പരിശുദ്ധ കുർബാനയെ തള്ളിപ്പറഞ്ഞിരുന്നില്ല, പരിശുദ്ധ അമ്മയെ തള്ളിപ്പറഞ്ഞിരുന്നില്ല. അവരെപ്പോഴും പരിശുദ്ധ കുർബാനയുടെ ഉപാസകരായിരുന്നു, പരിശുദ്ധ അമ്മയുടെ ധീരഭക്തരായിരുന്നു. പക്ഷെ പിന്നീട് അവരിൽ നിന്നും വീണ്ടും വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് പുതിയ ന്യൂ ജനറേഷൻ സഭകൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടിന് വേണ്ടി അവരാദ്യം എതിർത്തത് പരിശുദ്ധ കുർബാനയെയും പരിശുദ്ധ അമ്മയെയുമാണ്. കാരണം പിശാച് ഏറ്റവും അധികം വിജയിക്കുന്നത് എവിടെ തൊട്ടാലാണെന്ന് അവർക്കറിയാം, പരിശുദ്ധ കുർബാനയെയും പരിശുദ്ധ അമ്മയെയും. ഇന്നും പിശാച് നമ്മുടെ മധ്യേ വിജയിക്കുന്നത് പരിശുദ്ധ ബലിപീഠത്തെയും അതിൽ മുറിയപ്പെടുന്ന കർത്താവിന്റെ തിരുശരീരങ്ങളെ സ്പർശിക്കുമ്പോഴാണ് പിശാച് അന്നത്തെ പോലെ ഇന്നും വിജയിക്കുന്നത്. നമ്മൾ അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ അമ്മയെ ആഭരണം പോലെ എടുത്ത് അണിഞ്ഞുകൊണ്ട് നമ്മൾ വെറും ആഭരണ ക്രിസ്ത്യാനികളായിട്ട്, ഓർണമെന്റൽ ക്രിസ്ത്യൻസ് ആയിട്ട് മാത്രം അധപ്പതിച്ചു പോകുന്നവരായിട്ട് നമ്മൾ മാറുന്നു. ആഘോഷത്തിന് ഒരു കുറവുമില്ല, ഇഷ്ടംപോലെ ആഘോഷങ്ങളാണ്. ഇവിടെ സിബി എത്ര ലക്ഷം രൂപ എനിക്ക് ചെലവാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 10-25 ആവൂല്ലേ?
വളരെ ചെറിയ 10-300 വീട്ടുകാരുള്ള എൻ്റെ ഇടവകയിൽ 30 ലക്ഷം രൂപ പൊട്ടിക്കുന്നുണ്ട് പെരുന്നാളിന്. ഒരു ഡിസംബർ 16 മുതൽ ജാനുവരി 3 വരെയുള്ള ദിവസങ്ങളിൽ വെറും 30 ലക്ഷം രൂപയെങ്കിലും പൊട്ടിക്കുന്നുണ്ട് ഒരു വ്യക്തി നടത്തി. ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ഓരോ രൂപക്കൂടിന്റെയും മുമ്പിലും ഓരോ വാദ്യമേളങ്ങൾ എടുത്തു വയ്ക്കുന്നുണ്ട്. 9 രൂപ കൂടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ 9 രൂപ കൂടിന്റെ മുമ്പിലും വാദ്യമേളങ്ങൾ എടുത്തു വയ്ക്കുന്നുണ്ട്. ഞാൻ നടത്തുന്ന പെരുന്നാളിന് കെങ്കേമമായിരിക്കണം. പെരുന്നാൾ കഴിയുമ്പോൾ പ്രസിഡന്റ് ചോദിക്കും, സിബി അങ്ങനെ ചോദിച്ചാൽ സിബി കിട്ടി ഞാൻ തല്ലും, ഉറപ്പുള്ള കാര്യമാണ്. എന്റെ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു, ഞാൻ നടത്തിയ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ കൂട്ടത്തിലുള്ളവർ പറയും, തകർത്തറ, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ അടിപൊളിയായിരുന്നു. അത് കേൾക്കാനാണ് നീ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നതെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. ഞാൻ എന്റെ ഇടവകയിൽ എന്റെ പ്രസിഡന്റുമാരോട് മുഖത്ത് നോക്കി പറയുന്ന കാര്യം മാത്രം അവരുടെ തെറിയും മേടിക്കും ഞാൻ. കാരണം ഇത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ലെന്ന് നമുക്കറിയാലോ. കാരണം പെരുന്നാൾ നടത്തുന്നത് എൻ്റെ സ്റ്റാറ്റസ് കോ കാണിക്കാൻ വേണ്ടിയിട്ടാ. എൻ്റെ കയ്യിലെ സമ്പത്ത്, എൻ്റെ ബന്ധങ്ങള്, ആ സമയത്ത് ലോകത്തുള്ള സകല മന്ത്രിമാരെ അവിടെ കൊണ്ടുവരണം, ലോകത്തുള്ള സകല MLA-മാരെയും കൊണ്ടുവരണം, ലോകത്തില്ലാത്ത പോലീസ് ഫോഴ്സിന് മുഴുവൻ അവിടെ കൊണ്ടുവരണം. ആർക്ക് കാണിക്കാനാ? ആ കൂടി പരിദർശനത്തിന് 100-100 പേരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പ്രദേശത്തുള്ള സകല പോലീസ് സ്റ്റേഷനിലെയും പോലീസുകാരെ കൊണ്ടുവന്നിട്ട് എന്നാ കാണിക്കാനാ? പ്രദർശനത്തിന് അവരെ നിർത്താനാ? ഞാൻ പറഞ്ഞത് അതാണ്. ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ലൈവിൽ പോണുണ്ടെന്നും ബടയാറുകാരിത് കാണുമെന്നും നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇത് പറയണത്. അങ്ങനെയെങ്കിലും അവർ നന്നാകണമെങ്കിൽ നന്നാകട്ടെ. ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല നമ്മള്. പക്ഷേ നമ്മുടെ ഉള്ളിലൊന്നും ഒരു മാനസാന്തരം നടക്കില്ല. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു, നിധി കണ്ടെത്തണം. രത്നവും സ്വർണവും ഒക്കെ കണ്ടെത്താനായിട്ട് ആളുകൾ തരക്കം പായുകയാ. അതിന് മൂല്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആ രത്നവും സ്വർണവും ഒക്കെ കണ്ടെത്താൻ പോവുകയാ. ഈശോ പറയുന്ന ആ രത്നത്തെക്കാളും സ്വർണത്തെക്കാളും മൂല്യമുള്ളതാണ് സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യമാകുന്ന രത്നത്തിനെ തേടി സ്വർണത്തെ തേടി നീ എന്തുകൊണ്ട് യാത്ര ചെയ്യുന്നില്ല? നമുക്ക് വഴിയറിയാൻ മേലാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തു ചെയ്യും? ഇപ്പോഴാണെങ്കിൽ നമ്മൾ മൊബൈൽ എടുത്ത് ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് അതിനകത്തേക്ക് സ്ഥലം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ എവിടെ കൊണ്ടുചെല്ലും. സ്വർഗരാജ്യത്തിലേക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടോ? ആ ലൊക്കേഷൻ അതിനകത്ത് പറയാനുണ്ടോ? സ്വർഗരാജ്യത്തിലേക്കുള്ള ലൊക്കേഷൻ എന്റെയും നിന്റെയും ഹൃദയത്തിലാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള ലൊക്കേഷൻ എന്റെയും നിന്റെയും ഹൃദയത്തിലാണ്. രണ്ടാമത്തെ ഉപമ പറയുന്നുണ്ട്, വല വീശി അതിനകത്ത് വലയിൽ മീൻ നിറഞ്ഞു. എന്നിട്ട് മുക്കുവരി ചെയ്യുന്ന ഒരു പണി അവിടെ പറയുന്നുണ്ട്, നല്ലതിനെയൊക്കെ പെറുക്കിയെടുത്തു, ചീത്തതിനെയൊക്കെ അങ്ങ് കളഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 30-ാം വാക്യം മുതൽ അന്ത്യവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. വേർതിരിച്ചു, ആടുകളെ വേർതിരിച്ചു, നല്ലതിനെയും ചീത്തതിനെയും വേർതിരിച്ചു. ഇതുപോലെ ഒരു വേർതിരിവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ മനസ്സിലേക്ക് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ ആത്മപരിശോധന ചെയ്യുമ്പോൾ, ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യുമ്പോൾ, വലയിൽ കുടുങ്ങിയ നല്ല മീനാണോ ഞാൻ, വലയിൽ കുടുങ്ങിയ ചീത്ത മീനാണോ ഞാൻ? നല്ലതാണെങ്കിൽ ഈശോ സ്വർഗരാജ്യത്തിലേക്ക് ഒപ്പിയെടുക്കും, ചീത്തതാണെങ്കിൽ ഗോ ഔട്ട് എന്ന് പറയും, ഗെറ്റ് ഔട്ട് അടിക്കും, നമ്മളെ എടുത്ത് ദൂരെ എറിയും തമ്പുരാൻ. തമ്പുരാനാൽ ദൂരെ എറിയപ്പെടാനാണോ നമുക്ക് ഇഷ്ടം? തമ്പുരാനാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനാണോ ഇഷ്ടം? സഖ്യബൂസ് ചെയ്തു. സഖ്യബൂസിനോട് ഈശോ ഒന്നും പറഞ്ഞില്ല, നീ മനസ്സാന്തരപ്പെടണമെന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് നിന്റെ വീട്ടിൽ കഴിയണം. അവന്റെ വീട്ടിന്റെ ഉള്ളമ്പുറത്ത് പ്രവേശിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി ഞാൻ തിരികെ കൊടുക്കുന്നു. There is a transformation. There is an attitudinal change. അതിനെയാണ് മാനസാന്തരം എന്ന് വിളിക്കുക. മെത്നോയിയ, മാനസാന്തരത്തിന്റെ ഗ്രീക്ക് മൂലം മെത്നോയിയ എന്ന a change in heart. പുറമേ ചിരിച്ചു കാണിക്കുന്നതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. There is a change in heart. ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു മാറ്റം. There is a transformation. ആറ്റിറ്റ്യൂഡനൽ ചേഞ്ച് നമുക്ക് പറയാം. ഈ കാലഘട്ടത്തിന്റെ ന്യൂജൻ തലമുറയുടെ ഏറ്റവും വലിയ പാപമാണ് ആറ്റിറ്റ്യൂഡനൽ സിൻ. കുമ്പസാരത്തിലൊന്നും ഇന്ന് ആരും വിളിച്ചു പറയാത്ത, ഏറ്റുപറയാൻ മടി കാണിക്കുന്ന ഒരു പാപമാണ് ആറ്റിറ്റ്യൂഡനൽ സിൻ. പരിശുദ്ധ അമ്മയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ആറ്റിറ്റ്യൂഡനൽ സിൻ. അമ്മയെ രൂപക്കൂട്ടിലാക്കി ചുമന്നുകൊണ്ട് നടന്നാൽ പോരാ. അമ്മ ആഗ്രഹിക്കുന്ന വിശുദ്ധി, സ്വർഗത്തിന്റെ പരിശുദ്ധിയാണ് അമ്മയുടെ പരിശുദ്ധി എന്ന് പറയുന്നത്. ദൈവശാസ്ത്രന്മാർ അതിനെ വിളിക്കുന്നത് ദ ബ്ലിസ് ഇൻ ഹെവൻ എന്നാ. ഹോളിനെസ് എന്നുള്ള സാധാരണ പരിശുദ്ധമായ നാമം ഉപയോഗിച്ചിട്ടല്ല അമ്മയെ സൂചിപ്പിക്കുന്നത് ദൈവശാസ്ത്രന്മാര്. ദ ബ്ലിസ് ഇൻ ഹെവൻ,
സ്വർഗാതി സ്വർഗത്തിന്റെ പരിശുദ്ധിയാണ് പരിശുദ്ധ അമ്മ കൈമുതലാക്കി വെച്ചിരിക്കുന്ന ആ പരിശുദ്ധിയുടെ ഒരു അംശമെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ, നമുക്ക് ഉൾക്കൊള്ളാൻ, സ്വാംശീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തില്, കുടുംബത്തില് നമുക്കൊക്കെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നെ ഒത്തിരി പേര് കാണാൻ വന്നിട്ട് പറയുന്നത്, അവിടെ രാവിലെ കുർബാന കഴിയുമ്പോൾ തന്നെ ഒരു നിര നിൽക്കുണ്ടാവും. ആരൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ഒക്കെ ചെന്ന് ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വെറുതെ നുണ പറഞ്ഞ് വരുത്തുന്നതാ. അങ്ങോട്ടൊന്നും വരേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ സ്വയം ഒന്ന് തിരുത്തിയാൽ മതി. എന്നെ ഒന്ന് തിരിച്ചറിയുവാൻ, എന്നിലെ ചില കളയേണ്ട സാധനങ്ങളെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാൻ മാറോട് ചേർത്ത് നമ്മളെ ചേർത്ത് പിടിക്കും. പരിശുദ്ധ അമ്മ അവന്റെ നീല അങ്കിയിൽ നമ്മളെ മൂടിപ്പൊതിയും. എന്നെ കണ്ടെത്താൻ, എന്നിലുള്ള എനിക്കാവശ്യമില്ലാത്ത ചില സാധനങ്ങളെ വലയിൽ നിന്ന് കൊള്ളരുതാത്ത മീനിനെ പെറുക്കിക്കളഞ്ഞതുപോലെ പെറുക്കിക്കളയാൻ കഴിയുമെങ്കിൽ നമ്മുടെ തിരുനാളാഘോഷങ്ങളൊക്കെ അതിഗംഭീരമാകും, ആത്മീയതയുടെ ഉത്സവമായിട്ട് മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കറസൂസ പ്രാർത്ഥന ചൊല്ലുന്നില്ല. നിങ്ങൾ ശാന്തമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ കസയും പിലാസയും കാഴ്ചവെപ്പിനുള്ളവർ ഒരുങ്ങിക്കൊള്ളുക. ആ സമയത്ത് പാട്ട് പാടാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കാഴ്ചവെപ്പിന് വരിക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ കാസയിലേക്കും പിലാസയിലേക്കും നമ്മളുടെ തന്നെ ജീവിതത്തെ, നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും പുഴുക്കുത്തുകളെയും നന്മകളെയും ഒക്കെ ഇതെല്ലാം സമ്മിശ്രമായിട്ട് ചേർന്നൊരു ജീവിതമാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മുടെ ഉള്ളിൽ മനുഷ്യൻ തന്നെ, ജന്മം തന്നെ അപൂർണമാണ്. ആ അപൂർണമായ ജീവിതത്തിൽ നമുക്ക് ആ തമ്പുരാന്റെ ഈ അൾത്താരയിൽ മുറിയപ്പെടുന്ന തമ്പുരാന്റെ തിരുശരീരങ്ങളാവുന്ന ഈ അപ്പത്തോടും ബീഞ്ഞിനോടും ഒപ്പം നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം. നമുക്ക് നമ്മുടെ കറസൂസ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരട്ടെ, ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഗായക സംഘം ഈ സമയം ചേർന്ന് പാടി കാഴ്ചയർപ്പണ ഗീതം പാടി പ്രാർത്ഥിക്കുക. കാഴ്ചയർപ്പണത്തിനുള്ളവർ വരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേറ്റാൽ മതി. 13-ാം യൂണിറ്റുകാർ കാഴ്ചയർപ്പണയില്ലേ? ഒരു